പദപ്രയോഗത്തിൽ നിന്നാണ്. രണ്ട് മരങ്ങൾ, റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾ, ആ മരത്തിൻ്റെ ചില്ലകൾ, ഒരു മരത്തിൻ്റെ ചില്ലകൾ മറ്റൊരു മരത്തിലേക്ക് കയറി രണ്ടും യോജിച്ച് നിൽക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത് ഏത് മരത്തിൻ്റെ ചില്ലകളാണെന്നറിയാത്ത വിധം യോജിക്കുന്നതിനാണ് തനാക്കഹത്തിൽ അസ്ജാർ എന്ന പദപ്രയോഗം അറബിയിൽ നടത്താറുള്ളത്. ആ പദമാണ് നിക്കാഹ് എന്നുള്ളതിന് അറബികൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം രണ്ട് വ്യക്തികൾ യോജിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല, ആ രണ്ട് വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഏത് കുടുംബമാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാത്ത വിധം യോജിച്ച് ഒത്തൊരുമയോടുകൂടെ ഒരൊറ്റ കുടുംബമായി നിൽക്കുന്നതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ രണ്ട് കുടുംബങ്ങളും യോജിച്ച് മരണം വരെ ഈ കുടുംബത്തിൻ്റെ ആ ഒരു മുന്നോട്ട് പോക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും ആക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വമിൻ ആയാതിഹി എന്നാണ്. അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ അള്ളാഹു ഓരോന്നോരോന്നായി ഇങ്ങനെ പറയാൻ, വമിൻ ആയാതിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, വമിൻ ആയാതിഹി അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ് എന്ന് ഖുർആനിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി അള്ളാഹു തആല ഇങ്ങനെ പറയാൻ. അതിൽ ആകാശലോകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറയുന്നു. അത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ്. രാപ്പകലുകൾ മാറി മറിയുന്നത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ്. മഴ വർഷിക്കുന്നത് അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായി വമിൻ ആയാതിഹി എന്ന് അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നതിനിടയിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ആ ഇണയിലേക്ക്, ആണിന് പെണ്ണിലേക്കും പെണ്ണിന് ആണിലേക്കും സന്തോഷമായി സമാധാനമായി നിൽക്കാൻ, ആണിന് പെണ്ണുമുണ്ടെങ്കിൽ പെണ്ണിന് ആണുമുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നുവെങ്കിൽ രണ്ടുപേർക്കും എത്ര വലിയ പ്രയാസം വന്നാലും സമാധാനിക്കാനുള്ളതാണ് ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നതും അവരിലേക്ക് ചെന്നണയുന്നതുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ആയത്തിന്റെ അവസാനവും പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ.